നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ, ലൂർദോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഫാറ്റി ലിവർ എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമ്മളുടെ ലിവറിൽ കൊഴുപ്പ് അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു പുതിയ പേരുണ്ട്, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ലിവർ ഡിസീസ്. അതായത് ലിവറിൽ കൊഴുപ്പ് അടിയുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്, അതായത് മാഷ് എന്നുള്ളത്. അതായത് ഫാറ്റി ലിവർ എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് കൊഴുപ്പടിയുന്നു, അല്ലാതെ ലിവർ സെൽസിന്, അതായത് ലിവർ കോശങ്ങൾക്ക് കേടൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ മാഷിൽ, അതായത് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് ആകുമ്പോൾ ഈ ലിവർ സെൽസിന് ചെറുതായിട്ട് ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്. അപ്പോൾ ലിവർ എൻസൈംസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവറുള്ള ഒരു 20% പേർക്ക് ഈ മാഷിലേക്ക് അവർ പ്രോഗ്രസ് ചെയ്യാറുണ്ട്. ഈ മാഷിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മാഷുള്ള 10% പേര് ഫൈബ്രോസിസ് വന്ന് അത് സിറോസിസിലേക്ക്, അതായത് എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസിലേക്ക് പ്രോഗ്രസ് ചെയ്യും. 50 വയസ്സിൽ കൂടുതലുള്ള പെണ്ണുങ്ങളുടെ ലിവർ ട്രാൻസ്പ്ലാന്റേറ്റിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ള അസുഖം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫാറ്റി ലിവർ വരുന്നത്? നമുക്ക് ജനറ്റിക്കലായിട്ട് ഫാറ്റി ലിവറിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് വരാം, നമ്മൾക്ക് ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഒരു കമ്പോണൻ്റായ ട്രൈഗ്ലിസറൈഡ് നമ്മളുടെ ബ്ലഡിൽ കൂടുതലുണ്ടെങ്കിൽ വരാം, നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ വരാം. ഡയബറ്റിസ് നമുക്ക് വരുന്നത് നമുക്കറിയാം, ഇൻസുലിൻ പ്രതിരോധം അഥവാ ഇൻസുലിൻ്റെ കാര്യക്ഷമത കുറവ് കൊണ്ടാണ്. അപ്പോൾ ഇൻസുലിൻ പ്രതിരോധം കാരണം നമുക്കുണ്ടാകുന്ന ഒരു അസുഖം ഫാറ്റി ലിവറാണ്. അതായത് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് നമ്മുടെ ലിവറിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണല്ലോ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റിസും ഇൻസുലിൻ പ്രതിരോധം നമ്മളുടെ ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങളാണ്. പിന്നെ അമിതവണ്ണം ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരും. പിന്നെ നമ്മൾക്ക് ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡ് കുറവാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. പല ഹെപ്പറ്റൈറ്റിസ് അസുഖങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ റെയർ ആയിട്ടുള്ള ഹെമോക്രമറ്റോസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട്, അതുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അത് വളരെ നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ടെസ്റ്റാണ്, 5-10 മിനിറ്റ് എടുക്കുള്ളൂ. ആ ടെസ്റ്റിൻ്റെ പേരാണ് ഫൈബ്രോ സ്കാൻ. അപ്പോൾ ഇൻസുലിൻ പ്രതിരോധമുള്ള ആൾക്കാരൊക്കെ ഫൈബ്രോ സ്കാൻ എടുക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് നമുക്ക് സഹായിക്കും. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ചികിത്സ എന്താണെന്ന് പറയുകയാണെങ്കിൽ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വെയിറ്റ് ലോസ് ആണ് ഫാറ്റി ലിവറിൻ്റെ ചികിത്സ. നമ്മൾക്ക് ഉള്ള വെയിറ്റിൽ നിന്ന് 10% കുറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ നല്ല രീതിയിൽ കുറയുകയും നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. ഒരു 5% വെയിറ്റെങ്കിലും കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. 10% വെയിറ്റ് ലോസ് ആണ് നമ്മൾ ഫാറ്റി ലിവറിനായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറ്റ് വഴി അത് ചെയ്യാം, എക്സസൈസ് വഴി ചെയ്യാം. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് മാത്രം കുറച്ചാൽ പോരാ, നമ്മൾ കാർബ് കഴിക്കുന്നതും കുറയ്ക്കണം. കാരണം നമ്മൾ കൂടുതൽ കാർബ് കഴിക്കുമ്പോൾ എക്സസ് കാർബും ഫാറ്റായിട്ട് തന്നെയാണ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക, ഫാറ്റ് കുറയ്ക്കുക, കാർബ് കുറയ്ക്കുക. മാത്രമല്ല എന്നും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ എയറോബിക് ആയിട്ടുള്ള എക്സസൈസസ് ചെയ്യണം. അതായത് 5 ദിവസമെങ്കിലും ഒരാഴ്ചയിൽ നടപ്പ്, ഓട്ടം, ജോഗിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ് പോലുള്ള എക്സസൈസ് ചെയ്യുക. 2 ദിവസം മസിൽ ട്രെയിനിങ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഡയറ്റും എക്സസൈസും വഴി പറ്റുന്നില്ലെങ്കിൽ മെറ്റ്ഫോമിൻ, വൈറ്റമിൻ ഇ, പയോഗ്ലുട്ടസോൺ പോലുള്ള ഗുളികകളും ഫാറ്റി ലിവറിന് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം പുതിയൊരു ക്ലാസ് മരുന്ന് വന്നിട്ടുണ്ട്, GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന്. അതുവഴി നമുക്ക് ഇൻസുലിൻ പ്രതിരോധവും കുറയും, വെയിറ്റും ഒരു 10% വരെ കുറയുന്നതായിട്ട് പഠനങ്ങളിലുണ്ട്. അപ്പോൾ അതും ഓൾമോസ്റ്റ് ഫാറ്റി ലിവറിന് അപ്രൂവ്ഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ ഇൻസുലിൻ പ്രതിരോധമുള്ളവരെല്ലാവരും ഒരു ഫൈബ്രോ സ്കാൻ എടുക്കുകയും അവരവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം അതൊരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് എൻഡ് സ്റ്റേജ് ലിവർ ഡിസീസാണ്.